എഴുതി എന്ത് കുളിച്ചിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടണം. നിങ്ങളെ മതി ചേച്ചി. സെറ്റ് സെറ്റ്. ഹായ് ഗൈസ്, നമ്മളെങ്ങോട്ടാ പോകുന്നതെന്നറിയോ? അതാ എൻ്റെ വീട് പണി നടക്കാണ്. തറപ്പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അടുത്ത സെക്ഷൻ നടക്കാൻ പോവാണ്. അതിൻ്റെ മുന്നേ മഴയൊക്കെ പെയ്ത് വീടിൻ്റെ തറ ആകെ കാട് കയറി നശിച്ചിരിക്കുകയാണ്. അപ്പം നാളെ കല്ല് വരും. അതിൻ്റെ മുന്നേ ഇട്ടുമ്പോൾ ആ പണി തീർത്തിട്ടണം. അതിന് വേണ്ടി പോവാം. നീ ആരാന്ന് കൊറേ ആൾക്കാർ സെക്ഷനിൽ ചോദിച്ചിട്ട് ആദ്യം നിങ്ങളെ പറ്റി പറയൂന്നൊക്കെ പറയുന്നത്. ட்ரெய்லரை பார்த்துட்டு படம் நல்லா நம்பிட்டான் போல. நான் வெறும் டான் இல்ல, டண்டனக்கா டான் அப்படின்னா சொல்றேன். താങ്കളെ പറ്റി പറയൂ, കേക്കട്ടെ. എൻ്റെ പേര് സ്നീത. സജനയുടെ ഒറ്റ സുഹൃത്താണ്. അല്ലേ എന്താ പറയാ, വൈമൊന്നും കിട്ടിയ ഫ്രണ്ടാണ്. വൈമൊന്നും കിട്ടിയ ഫ്രണ്ടാണ് സ്നീത. എന്റെ വീട് ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് എത്തും. മറ്റേത് സ്ട്രെയിറ്റ് നമ്മൾ വരികയാണെമ്പോ കുറച്ച് ദൂരമുണ്ട്. ചെലക്കിനങ്ങാട് വയലാടി. അങ്ങനെ നമ്മളെന്റെ വീടിന്റെ അടുത്തേക്ക് എത്താനായിട്ട് നീ പോണ വയ്ക്കില് നല്ല പ്രശസ്തമായ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ചീനക്കിനാരി അമ്പലം. ഉത്സവത്തിന് പല സ്ഥലത്തുനിന്നും ആൾക്കാരൊക്കെ വരുന്ന ഒരു അമ്പലം ഉണ്ട്. ഞാൻ കാട്ടിത്തരാം. അമ്പലം കാണൂല, അമ്പലത്തിന്റെ ബോർഡ് കാണാം. അമ്പലം കുറച്ച് ഉള്ളിലേക്കാണ്. അമ്പലം കുറച്ചിന്റെ വീടിന്റെ തൊട്ടടുത്ത്. എന്റെ വീട് ഒരിത്തിരി കൂടി പോവാണ്ട്. ഭയങ്കര വഴിയാണിത്. പിന്നെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. കാരണം അപ്പുറത്ത് വരുന്ന വണ്ടി ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീണ് പോകും. അങ്ങനത്തെ ഒരു വഴിയാണ്. ആദ്യം എനിക്കും വഴി അറിയില്ലേനി. കാരണം ഏട്ടന്റെ കൂടെ പോകുമ്പോ ഒരറ്റത്തുനിന്ന് തുടങ്ങി ഒരറ്റത്ത് നമ്മള് എത്തുമ്പോഴേ ഇതാണ് വഴി. പിന്നെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം നമ്മള് പറയല്ലോ, ടൈം ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ കുരുക്ക് വഴി ഇങ്ങനെ അന്വേഷിച്ച് വരുമല്ലോ. അങ്ങനെയാണ് ഞാൻ എല്ലാം പഠിച്ചിട്ട്. പ്രത്യേകിച്ച് റോഡ് പണിക്കാരൊരു ഇതാണ്. നല്ല റോഡ്. ഇതൊക്കെ വീണ്ടും കുത്തി പൊളിച്ചതാണ്. ഇത് കാണുന്നത് ഇത് ശാലിയേച്ചിന്റെ വീട്. അതിന്റെ കുടുംബശ്രീക്ക് പോണ വീട്. കുടുംബശ്രീയുടെ പ്രസിഡന്റിന്റെ വീട്. ഇവിടെ കുറെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് എന്റെ കാവ് കേട്ടോ. ഈ തൊടി ആ ഉള്ളിലേക്കാണ്. അതാണ് ബോർഡ്. ഇത് ഞങ്ങളെ കവിത ചീനക്കിനാരി അമ്പലം ഇതാണ് കേട്ടോ. ഇതിന്റെ ബോർഡ് ഉണ്ടല്ലേ. ഒക്കെ ഉള്ളിലേക്കാണ്. പോയാലേ കാണുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലെത്തി. ഇതാണ് എന്റെ വീട്ടിൽ. കാട് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞു. കാട് പിടിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ പുല്ല് വന്നേ ഉള്ളൂ. ഇത് കാടാണ്, കൊടും കാട്. വീട് കാണിക്ക് സജന. ഇതാണ് എന്റെ സ്വപ്ന ഭവനത്തിന്റെ തുടക്കട്ടിച്ചത്. ഞങ്ങള് തറ മാത്രം ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പൊ നന്നാക്കാൻ വന്നത്. പുല്ല് കയറിയിട്ട് നന്നാക്കാൻ വന്നതാണ്. എന്താ പറയാ, ജീവിതത്തിലൊരു വലിയൊരു ആഗ്രഹമാണ് ഒരു വീട്, നല്ലൊരു വീട്. വലിയതൊന്നല്ല, എന്നാലും ഒരു വീട് എടുക്കുക. അപ്പൊ ഇതന്നെ നമുക്ക് ലൈഫ് മിഷന്റെ വീട് കിട്ടിയതാണ്. അപ്പൊ അതിനൊരളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗഡുക്കളായിട്ടാണ് വരിക. ഇതുവരെ ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ള കയ്യിലുള്ള പൈസ എടുത്തിട്ട് നമ്മൾ തറയിട്ട് വെച്ചതാണ്. അപ്പൊ ഇനി അടുത്ത ഘട്ടം പണി തുടങ്ങി ഒരു 10 ദിവസത്തിനുള്ളിൽ ഫസ്റ്റത്തെ ഗഡു 40,000 രൂപ നമുക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നേറ്റ് ഇതൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഞാൻ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഞാനിവരെ ഫ്രണ്ടാണ്. ഞങ്ങള് എന്താ പറയാ, വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഒന്നിച്ചു കൂടിയ ആൾക്കാരാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ക്ലോസ് ആയതാണ്. എങ്ങനെയാ ക്ലോസ് ആയതെന്ന് ഇപ്പോഴും അറിയില്ല. പിന്നെ ഒരു കാര്യമുള്ള വെച്ചാൽ ഇവരെ പോലെ ഞാൻ സിംഗിൾ അല്ല, ഞാൻ മിങ്കിളാണ്. എനിക്ക് ഹസ്ബൻഡും ഉണ്ട്, ഒരു മോളും ഉണ്ട്. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ ദുബായിലാണ്. ഏട്ടൻ്റെ പേര് ദിലീഷ് എന്നാണ്. എനിക്ക് മോളുണ്ട്, മോളെ പേര് ദേവപ്രയാഗിയാണ്. എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ മോള് വരലുണ്ട്. നിന്റെ മോള് വന്നിട്ടില്ല. അപ്പം
ഇന്നിപ്പോ ഈ പണി അതേട്ടന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങളിത് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്, തുടങ്ങാൻ പോവാണ്. കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മള് കാണിച്ചു തരാം. യെസ്, കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി കാണിച്ചു തരാം. ഓക്കെ, എവിടുന്നൊക്കെ തുടങ്ങണമെന്ന് നോക്കട്ടെ ആദ്യം. ഞാൻ എന്റെ വക വെട്ട്, കുത്ത്, ചവിട്ട്, സ്റ്റാർട്ടിങ്. നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, പണി നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി, ബംഗാളി ചേച്ചി പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ചെയ്യുന്നുണ്ട്. ഈ കൈക്കോട്ട് എൻ്റെത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോള് വന്നു പോകാം. നിങ്ങളെ വീടുകളിൽ ക്ലീൻ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ ചേച്ചിയെ തന്നെ. എന്ത് ചീര? നല്ല ചീര. ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തു. കണ്ടാൽ മനസ്സിലാവണല്ലോ. തിന്നാൻ നല്ല ടേസ്റ്റ്. ഉള്ളത്തത് നല്ല മധുരം ഉണ്ടാവും, പക്ഷെ തിന്ന് കഴിഞ്ഞാലേ പതിന് മുകളിൽ കറ വരും. വേണ്ട കറ. ഇത് പുളി, അത് കറ ഉണ്ടാവില്ല. വേണ്ടയ്ക്കണ്ട. എന്നാ എന്തായി മനസ്സിലാവണില്ല കേട്ടോ വീഡിയോയില് കാട്ട്, പക്ഷെ എന്നാലും അത്ര ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലാക്കിയത്. ദിവസം മുന്നേ വന്നിട്ട് പണി തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേ വന്നിട്ട് ഒന്നും കൂടി ഒന്നും നല്ല ക്ലീൻ ആക്കും. ഇന്നൊരു വെയിലുണ്ട്. ഓക്കെ, കാലൊക്കെ കഴിക്കട്ടെ. നമുക്ക് പുറത്ത് പോവാം. ഇത് വണ്ടി എടുക്കണം, കാരണം എൻ്റെ കാൽമേൽ ആകെ ചളിയാ. വണ്ടി ഓട്ടുമ്പോഴാണ്. ശരി, ഇതിൻ്റെ പേര്, പോകുന്ന കുളത്തിൻ്റെ പേര് പെരിഞ്ചീരിക്കുളം എന്നാണ്. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം ഞാൻ ആദ്യമായിട്ട് എന്നാ കുളം കാണാൻ പോകട്ടെ. കുളം ഉണ്ട് അവിടെ? കുളം ഉണ്ട്, എല്ലാവരും കുളിക്കാൻ പോകണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ പോകാൻ ടൈം കിട്ടിയില്ല. ഓക്കെ, കുളം 2 വഴിയുണ്ട്. ഒരു വഴി കൂടെ വന്നിട്ട് പേടിച്ചിട്ട് ഞങ്ങൾ വേറൊരു വഴി കൂടെ വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. കുളമല്ല, വയലാണ്. ഇത് വയലാണ്, അവിടെയാണ് സ്ഥലം കേട്ടോ. ഇവിടെ നാട് പൊളിയാ. പോവാ. വീണോ? ഇതാണ് എന്റെ നാട്ടിലെ കുളം. ഇടങ്ങാണ്. ഇതെന്താ, ഇവിടെ കൊറേ കൃഷി ചെയ്യും. അപ്പുറത്ത് പച്ചക്കറി. ഇവിടെ അല്ലേ എന്താ പറയാ, നാടൻ പച്ചക്കറി കിട്ടുന്ന സ്ഥലം, വിഷമൊന്നും അടിക്കാത്ത. മറ്റേ എന്തോ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ റീൽസ് ഇല്ലേ, ഇങ്ങനെ ഒഴുകി പോകുന്ന സാധനമാണോ അത്? അല്ല, നിങ്ങൾ എന്നാലും ഇത് കുളമാണോ? ഞാൻ പറഞ്ഞില്ലേ, 7 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അതെന്താ എന്റെ ഭർത്താവ് എവിടെയും കൊണ്ടുപോകാത്തെ? ഹസ്ബൻഡ് ഏറ്റവും ഇവിടുത്തെ ഒരു സ്ഥലത്തൊക്കെ ഞാൻ പോയി, പക്ഷെ ഇങ്ങനത്തെ കുളം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ടില്ല. കുളത്തിൽ കുളി നടക്കുകയാണ് ഗൈസ്. പറിക്കാൻ വന്നി. എന്താ സ്ഥലത്തിന്റെ, കുളത്തിന്റെ പേര്? പെരിഞ്ചീരിക്കുളം. നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. കാല് കേൾക്കണല്ലേ. എന്താ പറയാ, കുളിക്കാനൊക്കെ പേടിയാ. മറ്റേ അമീബയ്ക്ക് ജ്വരമൊക്കെ വന്നോണ്ടേക്കും. വിചാരിച്ച മാതിരിയല്ല. ഇവിടെ തള്ളു കേട്ടപ്പോ ഞാൻ വിചാരിച്ച എന്തോ സംഭവമാണ്, പക്ഷെ കാണാൻ അടിപൊളി സ്ഥലമാണ്. ഞാൻ കണ്ടില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പക്ഷെ അടിപൊളി സ്ഥലമാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. പിന്നെ എന്താ പറയാ, അടിയിലേക്ക് നല്ല ക്ലിയർ ഉണ്ട് പായല്. മുകളില് കണ്ടിട്ടുണ്ടെങ്കിൽ വൃത്തികേട് മരി ഉണ്ടെങ്കിലും നൈസ്. എനിക്ക് ഭയങ്കര പേടി.
നാട്ടിലെ ഇത്രയും നല്ല വൈബുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് 7 കൊല്ലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണുക. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലായി. കൊറേ പ്രാവശ്യം വരാൻ പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വരാതെ പോയതാ. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വീട് മാറിയതിന് ശേഷമാണ് പോകുമ്പോ ഇവിടെ ഇങ്ങനെ കണ്ട് പരിചയമായിട്ട് എന്റെ മോളായിട്ട് വരണം തിരിച്ചു. ഞങ്ങളെ വിശേഷം ഇത്രയേ ഉള്ളൂ. എന്റെ നാട്ടിലെ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വ്ളോഗ് ഇത് ഇവിടെ തീരാണ്. അപ്പം എല്ലാരും ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.